കേരളം ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇപ്പോഴാ സത്യമായിട്ട് വന്നത്. അന്ന് ജാതി വ്യവസ്ഥയുടെ പേരിലായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇന്നിപ്പോൾ ശരിക്കും ഭ്രാന്താലയം വായിക്കുന്ന കേരളത്തിന്റെ അവസ്ഥയല്ലേ. മുഴുവൻ ഭ്രാന്തന്മാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുക കേരളത്തിലാകെ മൊത്തം. ഒന്നും രണ്ടും ഭ്രാന്തന്മാരൊന്നുമല്ല, ഇല്ലേ? എല്ലാ സൈസും ഉണ്ട്. ജാതിയുടെ ഉണ്ട്, വർണ്ണത്തിന്റെ ഉണ്ട്, വർഗത്തിന്റെ ഉണ്ട്. അത് അല്ലാതെ മദ്യം, മയക്കുമരുന്ന് എന്ന് വേണ്ട സർവ്വഗുലാബി സർവ്വതുമുള്ള ഒരു ഭ്രാന്താലയമായിട്ട് മാറിയേക്കുക. ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ടില്ലേ, വെഞ്ഞാറമൂട്ടില് ഒരു പയ്യനെ എത്ര എണ്ണത്തിനാ കൊന്നത്, എത്ര കുടുംബത്തെ ഇല്ലാതാക്കി കളഞ്ഞത്, അല്ലേ? പ്രേമം വന്ന് നമ്മൾ പെൺകുട്ടികളൊന്ന് വിചാരിക്കണം. ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തിനെ കാണുമ്പം അവൻ്റെ പുറകെ കയറിയിരുന്ന് പോകുമ്പം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതമാണ് കൊണ്ട് കുട്ടിച്ചോറാക്കുന്നതെന്ന് ചിന്തിക്കണം. ഒരുത്തിൻ്റെ കൂടെ പോകുമ്പോൾ ഒരു സുഹൃബന്ധമാണെങ്കിൽ പോലും അതിനൊരു പരിധിയും ഒരു ലിമിറ്റും വെക്കുക. ഇല മുള്ളേ വീണാലും, മുള്ളു വന്ന് ഇല വീണാലും ഇലയ്ക്കാ ദോഷം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി, ഇല്ലേ? ഇത് ഗൾഫിൽ പോയി വർഷങ്ങളോളം കഷ്ടപ്പെട്ട് 7 വർഷം കണ്ടായിട്ട് അവൻ്റെ അച്ഛൻ ഈ നാട്ടിലേക്ക് പോലും വരുന്നില്ല. അയാൾ കഷ്ടപ്പെട്ട് കടവും വീട്ടി ഓരോരോന്നായിട്ട് ബുദ്ധിമുട്ടുകൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ സ്വന്തം അനിയന് ഭക്ഷണവും മേടിച്ചു കൊടുത്തിട്ട് അവനെ ചിറ്റിയേക്ക് അടിച്ചു കൊല്ലുന്നത്. ഒന്ന് ഓർത്ത് നോക്കി, എത്ര എണ്ണത്തിന് ഒരേ സമയം അവൻ കൊല്ലുന്നതെന്ന്. മനുഷ്യൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കേ. ലഹരി, മദ്യം, മയക്കുമരുന്ന്. ഇവിടെ ബാറുകൾ സ്ഥാപിക്കാൻ നെട്ടോട്ടമാണ്. അവിടെ ലൈസൻസ് കൊടുക്കുന്നു, ഇവിടെ ലൈസൻസ് കൊടുക്കുന്നു. എക്സൈസ് വകുപ്പ് എന്ന് പറയുന്നത് ഉറങ്ങിയിരിക്കുന്നു. എൻ്റെ ഭർത്താവും എക്സൈസിലെ ജോലി ചെയ്ത മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യമായിട്ട് പറയാൻ പറ്റും, ആവശ്യമില്ലാത്ത എല്ലാത്തിനെയും ഈ ഗവൺമെൻറ്, അതായത് ഒരാളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവന് തക്കതായ ശിക്ഷ കൊടുക്കാനുള്ള നിയമങ്ങൾ ആദ്യം കൊണ്ടുവരണം. ഒന്നാമത്, ഒരാളെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ ഇടപെട്ട് അവനെ ഇറക്കിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്താതിരിക്കുക. അവനെ ശിക്ഷിക്കുക തന്നെ. എത്ര പ്രായം കുറഞ്ഞവനാണെങ്കിലും അവൻ ശിക്ഷ അനുഭവിച്ചു കഴിയുമ്പോഴേ അവൻ പഠിക്കുകയുള്ളൂ. പിന്നെ ഈ ശിക്ഷയൊന്നും പോരാ കേട്ടോ, ഈ നിയമങ്ങളൊന്നും പോരാ. കാരണം ജയിലിൽ പോയി കിടന്നാലും അവിടെയും ബിരിയാണിയും കഴിച്ച്, ഫ്രൈഡ് റൈസും കഴിച്ച്, നല്ല ഫുഡും കഴിച്ച്, നല്ല സുഖസൗകര്യത്തിൽ കിടന്നിട്ട് ഇങ്ങോട്ട് വരാം. എക്സസൈസ് ചെയ്യും പോലെ രാവിലെയും വൈകുന്നേരവും ഇച്ചിരി പണി ചെയ്യാം, വെയിലൊന്നും കൊള്ളിക്കാതെ നോക്കിക്കോളും എന്നോർത്തോണ്ട് പോയിട്ട് സുഖിക്കുന്നവരായതുകൊണ്ടാണ് പിന്നെയും പിന്നെയും കൊലപാതകങ്ങൾ കൂടുന്നത്. അവിടെ ചെന്നാൽ ഇത്രയേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ആ രീതിയിലേക്കാണ് നമ്മുടെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. തക്കതായ ശിക്ഷ കൊടുക്കും, ഗൾഫ് രാജ്യങ്ങളിലെ പോലെ ശിക്ഷകൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരുത്തിനും ഒരു തെറ്റും ചെയ്യില്ല. ഒരുത്തന്നെ ആവശ്യമില്ലാതെ ഒരാളുടെ ശരീരത്തെ പോലും തൊട്ടില്ല ഒരു മനുഷ്യൻ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇത് ഈ 2025 ആയപ്പോഴത്തേനും എത്ര കൊലപാതകങ്ങളായി, എത്ര പീഡനങ്ങളായി, എത്ര ഒന്ന് ഓർത്തു നോക്കി, അപകടങ്ങളായി. നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കല്ലേ. ഇന്നലെ വരെ ഓരോ കാര്യങ്ങൾ ഓർത്ത് അയ്യോ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഇന്നിപ്പോൾ മരിച്ചു കിടക്കുന്നത്, ഇല്ലേ? വേറൊരു വീട്ടിൽ നടക്കുമ്പോൾ നമുക്ക് അതങ്ങനെയൊന്നും തോന്നില്ല. നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് നമുക്കതിൻ്റെ വിഷമങ്ങൾ മനസ്സിലാവുകയുള്ളൂ, ഇല്ലേ? ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തൊരവസ്ഥയിലേക്കൂടെയാണ് ജനങ്ങൾ കടന്നു പോകുന്നതെന്ന്. ഇതിനൊരു നിയമമില്ലേ? ഏതെങ്കിലും കോളേജുകളോ അല്ലെങ്കിൽ സ്കൂളുകളോ കേന്ദ്രീകരിച്ച് ഇങ്ങനെ മദ്യം, മയക്കുമരുന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് അന്വേഷണം ഉണ്ടോ നമ്മുടെ നാട്ടിൽ? അന്വേഷിക്കാൻ ആ സ്കൂളുകാർ സമ്മതിക്കില്ല. ഒന്ന് അവരുടെ പേര് പോകുമല്ലോ എന്നോർത്തോണ്ട്. പിന്നെ രണ്ടാമത്, അന്വേഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥന് പേടിയാണ് താനും. ഏത് ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും അതെ. ആ അവസ്ഥയിലേക്കാണ്. കാരണം അവരെ നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ആ ഗവൺമെൻറ്റിനെതിരായിട്ടോ അല്ലെങ്കിൽ ഒരു പേരുദോഷം വരുത്താതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. ഈ ഓരോ വകുപ്പുകളുണ്ടോ എന്ന് പോലും നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇല്ലേ? ശരിയല്ലേ? ഇത് പറയാതിരിക്കാൻ വയ്യ. ഇത് ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട പ്രശ്നങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾ ഇതിന് മുന്നോട്ടിറങ്ങണം. ഇങ്ങനെയുള്ള മദ്യം, മയക്കുമരുന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ പിള്ളേരെ അടിച്ചു ഓടിക്കണം. വീട്ടുകാരറിഞ്ഞൊന്നും വരില്ല. വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ യുവമാരെല്ലാം ഇങ്ങനെ ചീത്തയായി പോകുന്നത്, മദ്യം, മയക്കുമരുന്നിന് പോകുന്നതെന്ന് ഒരു പരിധിയേ ഉള്ളൂ. ബാക്കി പരിധി മുഴുവൻ കൂട്ടുകെട്ടുകളിൽ നിന്നുണ്ടാകും. പല സാഹചര്യത്തിൽ വരുന്ന പിള്ളേരെ കൂട്ടുകൂടുമ്പോൾ അത് അവരുടെ ആ സാഹചര്യം വെച്ച് മറ്റുള്ള നല്ല കുട്ടികളെയും കൂടെ അതിനകത്ത് കൊണ്ട് ആക്കുക ചെയ്യുന്നത്. പിന്നെ അതിൽ നിന്നൊരു മോചനമില്ല. പഞ്ചസാരയും കാപ്പിപ്പൊടിയും പോലെയാണെന്നാണ് മദ്യം, മയക്കുമരുന്ന്. അതായത് പഞ്ചസാരയുടെ രീതിയാണ് ഈ ഹാഷിഷ്, മറ്റേ ഇപ്പോഴത്തെ സിന്തറ്റിക് ആയിട്ടുള്ള മയക്കുമരുന്ന് ഒക്കെ. അതുപോലെ കഞ്ചാവ് കാപ്പിപ്പൊടിയുടെ രൂപത്തിലായിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കിയേ, ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. അത് നമ്മുടെ അതിർത്തി കടന്ന് ഇഷ്ടം പോലെ വരുന്നത്. തമിഴ്നാട്ടിലും ഒക്കെ ഇഷ്ടം പോലെ കൃഷി ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് ഒക്കെ പറയുന്നു. നേരാണോന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഇതൊന്ന് ഓർത്തു നോക്കി, എന്തൊരു കഷ്ടം പിടിച്ച അവസ്ഥയാണെന്ന് ഓർത്തു നോക്കി. നമ്മുടെ മക്കളെ എന്ത് വിശ്വസിച്ച് നമ്മുടെ ഈ കേരളത്തിൽ പഠിപ്പിക്കും? ഈ സ്വഭാവത്തിലല്ല. ഒന്ന് ഓർത്തു നോക്കി, പെൺകുട്ടികളെ ആണെങ്കിൽ പോലും വിശ്വസിച്ച് വിടാൻ പറ്റില്ലാത്ത അവസ്ഥയിലേക്കാണ്. എങ്ങനെ വിശ്വസിച്ച് വിടും നമ്മൾ? ഒരു വിശ്വാസത്തിന്റെ പുറത്തങ്ങ് പോകാം, അത്രമാത്രം. വിശ്വാസത്തിന്റെ പുറത്ത് അവരൊന്നും ചീത്തയാവില്ല, നന്നായി വരും എന്നുള്ള ചിന്തയെ മാത്രം വിടാം. അതേ ഉള്ളൂ.
എന്തൊരവസ്ഥ ഇത് കേട്ടിട്ട് തന്നെ 5 പേരെയൊക്കെ ഇങ്ങനെ ഇടിച്ച് കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പുകളെയും ഒക്കെ അച്ഛൻ്റെ അനിയൻ്റെ അവരെ ഒക്കെ കൊല്ലുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരവസ്ഥ ഇതെന്ന് ഓർത്തേക്ക്. ഇവനും പണത്തിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞു. ഇവന് പണത്തിൻ്റെ ഒരാവശ്യമില്ലാന്ന് അവൻ്റെ അച്ഛൻ കിടന്ന് പറയുന്നത്. പണത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇത്തിരി 23 വയസ്സായവൻ എന്നത്തിൻ്റെ പണത്തിൻ്റെ ആവശ്യം? അതല്ല, ഇവൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നപ്പോൾ അവർ വീട്ടുകാർ അംഗീകരിക്കാത്തതുകൊണ്ടാന്ന് പറയുന്നത്. ഇതേതാന്ന് സത്യം എന്നൊന്നും അറിയത്തില്ല. എങ്കിലും ഇവനോട് സത്യം പറയിപ്പിക്കണം. ഇവനെയൊന്നും ഒരു കാലത്തും പുറം ലോകം കാണാത്ത രീതിയിൽ ഇടണം. എന്നാലേ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കുള്ളൂ. അല്ലാണ്ട് ഇവൻ ഒരു 6 മാസം കടന്നു കഴിയുമ്പം ജാമ്യം കിട്ടി അവനവൻ്റെ സുഖത്തിൽ ഇറങ്ങി വീണ്ടും കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ചെന്താമരയും ആ താമരയും ഈ താമരയും നമ്മൾ കഷായം ഗ്രീഷ്മയൊക്കെ പോകുന്നത് നമ്മൾ കണ്ടതല്ലേ. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അവിടെ പോയാലും ഇതൊക്കെ ഉള്ളൂ എന്ന് നേരത്തെ പോയി ഒന്ന് കിടന്ന് ശീലിച്ചു വന്നു. ഇത്രയേ ഉള്ളൂ. എന്താ ഒരവസ്ഥ? നമ്മുടെ ഒന്ന് ഓർത്ത് വയ്ക്കുക, നാട്ടിൽ നമുക്ക് ആർക്കെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ അയലോക്കം അല്ലെങ്കിൽ നമ്മുടെ അയലോക്കംകാർക്കും നമുക്കും മാത്രം അറിയാം എങ്ങനെ ജീവിക്കുന്നതെന്നല്ലേ. കാരണം നമ്മുടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഓടി വരാൻ നമ്മുടെ അയലോക്കംകാരുള്ളൂ. നമ്മുടെ എത്ര ബന്ധുമിത്രാദികളോ നമ്മുടെ സുഹൃത്തുക്കളോ എവിടെ കിടന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. നമ്മുടെ തൊട്ടടുത്തുള്ളവനായിരിക്കും നമ്മളെ സഹായിക്കാൻ ഓടി വരുന്നത്. അതുമാത്രമേ നമുക്ക് അറിയാവുള്ളൂ. ബാക്കി ഒരു കാര്യവും നമുക്കറിയത്തില്ല. എന്താ വീട്ടിൽ നടക്കുന്നതെന്ന് പോലും പലർക്കും അറിയത്തില്ലാത്ത അവസ്ഥയാണ്. ശരിയല്ലേ? എന്തൊരവസ്ഥയിലാണ് കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പേടിയാവുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ എത്ര കൊലപാതകങ്ങളും എത്ര ഇതുമായില്ലേ. ഒന്ന് ഓർത്തു നോക്കി. ഈ ജനങ്ങൾ ഇങ്ങനെ ഈ ഭ്രാന്തന്മാരായിട്ട് മുഴുവൻ വട്ടന്മാരായിട്ട് നടന്നിട്ട് എന്താ ആ ഇതൊക്കെ കിടപ്പില്ലേ എന്നാ കുതിരവട്ടോ ഏതാണ്ടൊക്കെ കിടപ്പില്ലേ, അവിടെയൊക്കെ കൊണ്ട് എല്ലാത്തിനും ഒന്ന് ചികിത്സയ്ക്ക് ഊളംപാറയോ ഏതാണ്ടൊക്കെ ഇല്ലേ, എല്ലാത്തിനും ഒന്നും ഇങ്ങനെയുള്ളതിനൊക്കെ കൊണ്ട് ചികിത്സിച്ച് ഭേദാക്കുക. അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ എന്നറിയാവോ, നമുക്ക് ഒരു കാര്യങ്ങൾ എല്ലാം ഗവൺമെൻറ് ചെയ്യും. അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിസ്സാരം ഒരു ആക്സിഡൻറ്റ് പറ്റി റോഡിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു വർഷത്തോളം നമ്മൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരും സാക്ഷിയായിട്ട്. ജനങ്ങളെ ഇട്ടിങ്ങും ബുദ്ധിമുട്ടിക്കും. ഒരു കാര്യം ഒരാളെ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റില്ല. വീട്ടിൽ വീണ് കിടക്കണവനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. ഓരോ കേസ് ഒരുത്തരം ഇവന് എതിരായിട്ട് സാക്ഷി പറയണമെങ്കിലോ അവൻ്റെ ജീവിതം പോയി. പിന്നെ അവൻ്റെ കുടുംബക്കാർ പേടിച്ച് ജീവിച്ചോണം. ഒരു പ്രൊട്ടക്ഷനും പിന്നെ കൊടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഈ നാട് നന്നാവും? പിന്നെ മുട്ടിന് മദ്യശാലകൾ, മുട്ടിന് പിന്നെ മദ്യം വിഷമാണ്, അത് ഹാനികരമാണ്, അത് ഇതാന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് പുകവലി ആരോഗ്യത്തിനായ. അല്ലാണ്ട് യാതൊരു നിയന്ത്രണവും നമ്മുടെ നാട്ടിലില്ല. എന്തിനാ പിന്നെ ഇങ്ങനെ എഴുതി വെക്കുന്നത്? ഈ നിയന്ത്രണം അല്ലെങ്കിൽ പിന്നെ എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. ബാറുകൾ മുട്ടിന് തോറും ഉണ്ടാക്കിയിട്ട് മദ്യക്കുപ്പിയുടെ പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? മദ്യം മയക്കുമരുന്ന് ദോഷമാണെന്ന് പറയും. അതുപോലെ ഈ പാൻപരാഗ്, അതുപോലെ എന്നാ പറയണം MDMA ഏതാണ്ടൊക്കെ പറഞ്ഞ് കുറേ പേരുകൾ, ഹാഷിഷ് ഓയിൽ, ഇത് ഓയിൽ അത് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ സിന്തറ്റിക് ആയിട്ടുള്ള അല്ലാത്തതൊക്കെ എന്തോരം സാധനങ്ങൾ ഇറങ്ങണ അതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കും. ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. അത് ഉപയോഗിച്ചാൽ പോലും അതിൻ്റെ മണം പോലും പുറത്തു വരില്ലാത്ത രീതിയിലുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയണം ഇപ്പോഴത്തെ മയക്കുമരുന്നുകൾ. പണ്ടൊക്കെയാണെങ്കിൽ കഞ്ചാവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മദ്യമൊക്കെ ഉപയോഗിച്ചാൽ അതിൻ്റെ മണം വരുമായിരുന്നു. ഇപ്പോൾ അതുപോലും ഇല്ലാത്ത സാധനങ്ങൾ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാത്ത സാധനങ്ങൾ ഇറങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഈ അടുത്ത തലമുറയുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് ഗവൺമെൻറ് അല്ലേ നോക്കേണ്ടത്? നിയമങ്ങൾ അതാത് കാലത്ത് മാറ്റി എഴുതാനുള്ള നിയമം ഉണ്ടാക്കി കൊണ്ടുവരണം. അതിന് കോടതികളും ഒക്കെ ഇടപെടണം. അല്ലാണ്ട് ഈ നിയമങ്ങൾ ഈ പഴയ കാലത്തെ നിയമത്തിലിരുന്നിട്ട് ഈ സുഖവാസവും കൊടുത്ത് ഇങ്ങനെ ഓരോരുത്തർ ജയിൽ സന്ദർശിക്കും. ഓരോ കമ്മീഷന്മാരാണെന്നും പറഞ്ഞ് എന്നിട്ട് ജയിലിൽ അവരുടെ ദുരിതമാണ്, അവർക്കിങ്ങനെയാണ്, അവർക്കിന്ന സൗകര്യങ്ങൾ. എന്തിനാന്നേ ജയിലിൽ സൗകര്യം കൊടുത്തിട്ടുണ്ട് അവർ തെറ്റിൽ നിന്ന് ഒഴിവായി പോരുമോ? പിന്നെയുള്ളവർക്ക് പ്രചോദനമാവുകയല്ലേ ഉള്ളൂ. ഒന്ന് ഓർത്തു നോക്കിയാൽ ശരിയാണോ ഞാനീ പറഞ്ഞത്? ഒത്തിരി പേര് പോയി ജയിലിൽ പോയി പരിശോധന നടത്തിയിട്ട് കുറേ കമ്മീഷന്മാരുണ്ടാക്കിയ കുറേ പേരെ അറിയാമല്ലോ. എന്നിട്ട് അവർ പോയി ജയിലൊക്കെ കണ്ട് ജയിലിൽ ഇന്ന സൗകര്യങ്ങളും ഉണ്ടാക്കി അവർക്ക് എല്ലാ സൗകര്യങ്ങളും എന്നാ വേണ്ട. നമ്മളിപ്പോൾ കണ്ടില്ലേ മറ്റേ ഒരു പെണ്ണിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനകത്ത് മന്ത്രി വരെ ഉണ്ടെന്നൊക്കെ നമ്മൾ കേട്ടതല്ലേ. ഒന്ന് ഓർത്തു നോക്കി എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ജയിലിനകത്ത്. പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഇതിനെയൊക്കെ ആദ്യം തന്നെ നിയന്ത്രിക്കണം. ആദ്യം നാട് നന്നായെങ്കിൽ രാജാവ് നന്നെങ്കിൽ പ്രജകൾ നന്നാവുള്ളൂ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ശരിക്കും അത് തന്നെയാണ് വേണ്ടത്. ഏത് രാജ്യം ഭരിക്കുന്നത് ആരാണോ അവരുടെ രീതിയിലിരിക്കും. ആ നാട് ഭരിക്കുന്നവരെ നാട്ടുപ്രമാണിയുടെയും ഒക്കെ രീതിയിലിരിക്കും ആ നാടിൻ്റെ പുരോഗമനവും ഒക്കെ അല്ലേ.
ഇതിപ്പോൾ കുട്ടികളെ എന്ത് വിശ്വസിച്ച് നമ്മൾ വളർത്തുമെന്ന് ഓർത്ത് നോക്കിയേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, മക്കളൊക്കെ കോളേജുകളിലേക്കോ അല്ലെങ്കിൽ സ്കൂളുകളിലേക്കോ ഒക്കെ പോകുമ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭാഗ്യമായിട്ട് കൂട്ടുന്ന മാതാപിതാക്കളായിട്ടിരിക്കേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ. മക്കളെ ആരും വഴിതെറ്റി പോകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് അതുമില്ല. ദൈവവിശ്വാസമുള്ളവർക്ക് അങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എന്തൊരവസ്ഥ, സങ്കടം തന്നെ ഒരു അവസ്ഥയിലേക്കാണ്. ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ കൂളായിട്ട് എന്ന് ഓരോന്നിരുന്ന് പറയുന്ന കേൾക്കുമ്പോഴുണ്ടല്ലോ, 23 വയസ്സെന്ന് പറഞ്ഞാൽ അവൻ്റെ വിദ്യാഭ്യാസകാലം പോലും കഴിയേണ്ട സമയമായില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു മകനെ 23 വയസ്സ് വരെ വളർത്തുക എന്ന് വെച്ചാൽ നിസ്സാര കാര്യമാണോ? ഒരു ചുമ്മാ ഇങ്ങനെ പൊട്ടി 23 വയസ്സിലേക്ക് ഉണ്ടായി വന്നതൊന്നും അല്ലല്ലോ. ഇത്രയും വർഷം കഷ്ടപ്പെട്ട് അയാൾ ആ വിദേശത്തുമൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നാണ് ഇവന് ഈ ധാരാളിച്ച് കളയുന്നത്. ഇതെന്നാണെന്നറിയാമോ, വിദേശങ്ങളിലൊക്കെ പോയി കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്ക് പറ്റുന്ന കുഴപ്പം എന്നാണെന്നറിയാമോ, അവരിങ്ങനെ സമ്പാദിക്കും, ഇവിടെ ദൂർത്തടിച്ച് ഒന്നെങ്കിൽ ഭാര്യമാർ ദൂർത്തടിച്ച് കളയും, അല്ലെങ്കിൽ ഭാര്യമാരാ വിദേശത്ത് പോയി ഭർത്താക്കന്മാർ ദൂർത്തടിക്കും, മക്കൾക്ക് ദൂരും, പൈസയ്ക്ക് ഒരു വിലയില്ല. ആരോടും ഒരു മമതയും അവർക്കില്ല. കാരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, ATM കൗണ്ടർ പോലെയാണ്. എപ്പോഴിട്ടാൽ കാർഡിട്ടാലും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും പൈസ. അതാ പറ്റുന്ന കുഴപ്പം. വിദേശത്തൊക്കെ പോയി കഷ്ടപ്പെടുന്നവൻ്റെ അവസ്ഥ ഇതാണ്. അവൻ്റെ കുടുംബാംഗങ്ങൾ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് ജീവിക്കുകയുള്ളൂ. അവൻ കിടന്ന് കഴുത പണിയും പോലെ കിടന്ന് പണിയുന്നതൊന്നും ഇവിടെ ആരും ചിന്തിക്കില്ല. അവർക്ക് സുഖസൗകര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ബംഗാളികളാണ് വിദേശത്ത് പോകുന്ന മലയാളികൾ. അത് മാത്രം ചിന്തിച്ചാൽ മതി. അവിടെ പോയി കഷ്ടപ്പെടും, മക്കൾക്കും ഭാര്യയ്ക്കും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ദൂർത്തടിക്കാൻ പൈസ ഉണ്ടാക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ ഒരു കറിവേപ്പില എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ പറ്റില്ലാത്തവരാണ് ഈ വിദേശത്ത് പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്. അത് ചിന്തിക്കണം നമ്മൾ. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ഇവിടെ പണി ചെയ്യില്ല, എന്നിട്ടാണ് നമ്മൾ വിദേശത്തേക്ക് പോകുന്നത്. അതും വേറൊരു കഥ. കിട്ടുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിൽ വാടകയും കൊടുക്കാണ്ട് നമുക്ക് കിടക്കാൻ പറ്റും. ഒന്ന് ചിന്തിച്ചു നോക്കിയോ, ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്, നമ്മൾ ചിന്തിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. നമ്മുടെ ഇവിടെ അപ്പോൾ പറയും അത്രയും സൗകര്യങ്ങൾ, മണിക്കൂറിന് ജോലി ചെയ്താൽ പൈസയാന്നൊക്കെ പറയും നമ്മൾ. പക്ഷേ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന വാടക കാശ് കൊടുക്കണ്ട. നമ്മുടെ വീട്ടിൽ എന്നാ പറയണേ, പറമ്പിൽ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം. നമ്മുടെ ഇവിടെ എന്ത് പണി ചെയ്താലും നമുക്ക് ആ പൈസ അത്യാവശ്യം സമ്പാദിക്കാനൊക്കെ പറ്റും. ദൂർത്തടിക്കുന്നവർക്കാണ് വിദേശത്ത് പോകേണ്ടി വരുന്നത്. ഒത്തിരി ലാഭിഷായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ എനിക്ക് അത് സമ്പാദിക്കണം ഇത് സമ്പാദിക്കണം എന്ന് പറയുന്നവരാണ് ഈ പോക്ക് പോകുന്നത്. എന്നിട്ടോ അവിടെ പോയി കഷ്ടപ്പെടാൻ ഒരു രൂപ ടീമില്ല. അങ്ങനെ ഉണ്ടാക്കുന്ന പൈസ ഇങ്ങനെ നാട്ടിലേക്ക് അയക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ദൂർത്തടിച്ച് അത് എന്നു പറഞ്ഞാൽ ചുമ്മാ കിട്ടുന്ന പോലെ കളയുകയും ചെയ്യും. അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നവൻ്റെ അവസ്ഥ ഒന്നും ചിന്തിക്കുന്ന പോലുമില്ല. അതൊന്നുമല്ല, ഇത് മയക്കുമരുന്നുണ്ടല്ലോ, നമ്മൾ കായികമായിട്ട് തന്നെ നേരിടുക. ഇങ്ങനെ കാണുന്നവരെ കൂട്ടം കൂടിയെന്ന് അടിച്ചു ഓടിച്ചോടുക, അതാ വേണ്ടത്. അങ്ങനെ ഒരു 10 ഇടത്തുനിന്ന് ഓടിച്ചു കഴിയുമ്പോൾ നാട്ടുകാരൊന്നിക്കുക. ഒരാളോ രണ്ടാളോ വീഡിയോ ഇട്ടുകൊണ്ടോ ഒന്നും ആവില്ല കേട്ടോ, സത്യം ഞാൻ പറയാം. എവിടെ കണ്ടാലും ഇതിനെയൊക്കെ അടിച്ചു ഓടിക്കുക നാട്ടുകാർ. നല്ലത് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതതിന് സദാചാരം ഇറക്കുക, നിർത്തിക്കോളും. കുറേ കഴിയുമ്പോൾ ഒരു പേടിയുണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ. കൂട്ടം കൂടി ആൾക്കാരെ ആക്രമിച്ചു കഴിയുമ്പോൾ അവന്മാർ വിട്ടടിച്ചു. അല്ലാണ്ട് ഒറ്റയും തറ്റയായിട്ട് നിന്നിട്ട് ആക്രമിക്കാൻ പോകുമ്പോഴാണ് നമ്മളെ തിരിച്ചവർ ഉപദ്രവിക്കുന്നത്. ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിന്നാണ്ടല്ല, ഇങ്ങനെയുള്ള ആ നാട്ടിലേക്കേ വരില്ല. എല്ലാവരും നന്നാവാൻ ശ്രമിക്കും. പണ്ടത്തെ പോലെ നാട് കടത്തിയേക്കും ഇങ്ങനെയുള്ളവന്മാരെ. ഒരാളെ നാട് കടത്തിയാൽ മതിയല്ലോ, കുറേ പേരെങ്കിലും രക്ഷപ്പെടുമല്ലോ അല്ലേ, കുറേ കുട്ടികളെങ്കിലും രക്ഷപ്പെടുമല്ലോ. ഒരുത്തനെ ഒന്ന് ഓടിച്ചാൽ മതി. അല്ലാണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തിട്ടോ അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടിട്ടിട്ടോ ഒരു പ്രയോജനമില്ല. 6 മാസം 1 വർഷത്തിനുള്ളിൽ അവൻ വീണ്ടും ഇറങ്ങി വന്ന് വീണ്ടും നമ്മൾ എത്രയോ പേരെ ശ്രദ്ധിച്ച് നോക്കിക്കേ. കഞ്ചാവ് കച്ചവടമായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും കേസിലുമൊക്കെ പെട്ട് അകത്ത് പോകണവൻ 6 മാസം കഴിയുമ്പോൾ ഇറങ്ങി വന്നിട്ട് വീണ്ടും അവൻ ആ പണി തന്നെ ചെയ്യും. കാരണം അവന് വലിയ ശാരീരിക ബുദ്ധിമുട്ടില്ലാത്ത പണിയാണ്, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുകയും ചെയ്യാം. അതുകൊണ്ട് അവൻ വീണ്ടും ആ പണി തന്നെ തുടരും. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാട്ടോ എനിക്ക് ഇന്നലെ അത് TV-യിലൊക്കെ കണ്ടു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമാണ് തോന്നിയത്. നമ്മൾ ഈ അടുത്തല്ലേ നമ്മുടെ നാടുകളിൽ തന്നെ അല്ലെങ്കിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും. നമ്മുടെ നാട് ഇങ്ങനെയാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഓർത്തിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. സങ്കടം തന്നെ. നമുക്കും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ ഇങ്ങനെ മക്കളുള്ളതല്ലേ. അപ്പം ഇതൊക്കെ കാണുമ്പോൾ എന്തെന്നാ പറയണേ, പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കുറച്ചൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. മക്കളിൽ എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടെങ്കിൽ അവനെ പിടിച്ച് ഒരു അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും ഒരു കൗൺസിലറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ സൈക്കാട്രിൻ്റെ അടുത്തോ കൊണ്ടുപോവുക. പിടിച്ചു കെട്ടിയാണെങ്കിലും കൊണ്ടുപോവുക. എന്നിട്ട് അവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. നന്നായിട്ട് പറയുന്ന മക്കളാണെങ്കിൽ അവനോട് ചോദിച്ച് മനസ്സിലാക്കുക, പറയാൻ പറ്റുന്നവനാണെങ്കിൽ.
അതാ വേണ്ടത്. അല്ലാണ്ട് നമ്മളിങ്ങനെ വിട്ട് കളഞ്ഞിട്ട് എത്ര പേരുടെ ജീവിതം കഴിയും, എത്ര കുടുംബം ഇല്ലാതാക്കി കളഞ്ഞത്. അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെയുള്ളവരൊക്കെ ഉള്ള ആ നാട്ടിൽ എങ്ങനെ നമുക്കൊക്കെ പേടിയില്ലാണ്ട് കിടക്കാൻ പറ്റുമോ? സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്?